രവി, സംഭവ വികാസങ്ങൾ ഇത്രയും മനസ്സിലായി, ഇതിൽ നിന്ന് എന്തു രാഷ്ട്രീയം മനസ്സിലാവുന്നു? ഈ പറഞ്ഞ ഇവര് പുറത്തു വിട്ടു എന്ന് പറയുന്നവരുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളെക്കാളും സമൂഹം കാണാൻ പാടില്ലാത്തതും അശ്ലീലമായതുമായ രംഗങ്ങൾ അതിനെ തുടർന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവർ പറയുന്ന യുവമോർച്ചക്കാർ, വാട്ട് എവർ ബി ദ റീസൺ, അവരവിടെ പോയപ്പോൾ സ്ത്രീകളെ കുറിച്ചായിരുന്നു കൺസേൺ എങ്കിൽ ഇവരുടെ പാർട്ടിയിൽ എന്താ സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ലേ എന്നാണ്. സ്ത്രീകളുടെ കാര്യം നോക്കാനെങ്കിലും സ്ത്രീകളെ അനുവദിക്കുകയാണെങ്കിൽ അവിടെ പൊളിക്കേണ്ടത്, സ്ഥാപനം പൊളിക്കാതിരിക്കാനൊന്നും പറ്റില്ല. സമരത്തിൻ്റെ മാർഗമായിട്ട് നമുക്ക് പലതും സ്വീകരിക്കാം. വയലൻസിൽ ചെന്നെത്തും. നിവൃത്തിയില്ലാത്ത നേരത്ത് സമരത്തിൻ്റെ ഒരു മുഖം വയലൻസ് തന്നെയാണ്. പക്ഷെ അതിൽ സ്ത്രീകളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ കണ്ട കാലം മുഴുവൻ ഇവരിങ്ങനെ ഏട്ടന്മാർ, വലിയേട്ടന്മാർ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികളും പുറത്തെ ലോകവും ഒരിക്കലും കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ പാർലമെൻറ്റിൻ്റെയും അസംബ്ലിയുടെയും ഒക്കെ ചിത്രങ്ങളായിരിക്കും. അതിൽ 50% പോലും ഇല്ലാത്ത, വളരെ പേരിന് മാത്രം അതുമില്ലാത്ത സ്ത്രീകൾ അടങ്ങിയിട്ടുള്ളതാണ് വലിയ അശ്ലീലം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരാൻ പാടില്ലാത്ത. അല്ലാതെ 18 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു സ്ത്രീക്ക് എനിക്ക് ആരെങ്കിലും ഉമ്മ വെക്കണമെന്നോ ഇണ ചേരണമെന്നോ ഒക്കെ തോന്നിയിട്ട് അവരത് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വിട്ടത് കൊണ്ട് അതിങ്ങനെ ബ്ലർ ബ്ലേഡായിട്ടാണ് ചാനൽസ് മുഴുവൻ കാണിച്ചത്. അതായിരുന്നില്ല ബ്ലർ ചെയ്ത് കാണിക്കേണ്ടത്. കുട്ടികളും സമൂഹവും ഒരിക്കലും കാണാൻ പാടില്ല. നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലോകം ആണുങ്ങളുടെ മാത്രമാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. എന്നെ സംബന്ധിച്ച് മറുഭാഷയാണ്. ഇവർ പറയുന്ന സമരങ്ങളിലൊന്നും ഞങ്ങൾ SFIയിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തോന്നുന്നു. അല്ലാതെ സമരങ്ങളിൽ സ്ത്രീകൾ ഇടപെടാറേയില്ല. ഇനിയിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലും സദാചാരത്തിനെ പറ്റിയൊക്കെ ഇത്ര ബേജാറുള്ളവരാണെങ്കിൽ ആദ്യം തകർക്കേണ്ടത് ഡൗൺ ടൗണിൻ്റെ മുമ്പേ നമ്മളെ കോടതികളായിരിക്കണ്ടേ. എത്ര സ്ത്രീവിരുദ്ധമായിട്ടുള്ള വേർഡിക്സ് ആണ് കോടതികൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഒന്നും അവിടെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങനെയാണ് ഇവർ പൊളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ സെൻസർ ബോർഡിനെ നമ്മൾ ആദ്യം പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണം. സിനിമകളൊന്നും റിലീസ് ചെയ്യാൻ പാടില്ല. എല്ലാം അബ്സല്യൂട്ട്ലി സ്ത്രീ വിരുദ്ധമാണ്. എല്ലാം ക്ലോസ് ചെയ്യണം. സ്ത്രീ വിരുദ്ധമാണ് ഇവരുടെ വിഷയം എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഓഫീസുകളുടെ ഷട്ടർ താഴ്ത്തുകയാണ്. കാരണം അതിൽ സ്ത്രീകൾ ഉണ്ടാവാറേ. പെൺവാണിഭ സംഘത്തിന്റെ തുടക്കം കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള ആരോപണത്തിൽ ഒരു തെളിവും നിലവിൽ ഇതുവരെ ഹാജരാക്കാൻ യുവമോർച്ച സംഘാടകനോ ഇവിടെയുള്ള യുവമോർച്ച പ്രവർത്തകനോ സാധിച്ചിട്ടില്ല. എന്നിട്ടും ഈ ആരോപണം തുടരുന്നതിൽ ഈ മാധ്യമത്തിന് യാതൊരുവിധമായ പങ്കുമില്ല. അന്വേഷണം നടക്കട്ടെ, തെളിവുകൾ പുറത്തു വന്നതിന് ശേഷം കുറ്റക്കാരാണെന്ന് കണ്ടാൽ മൊഴിയെടുക്കട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ചുംബന സമരത്തെ എതിർക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഈ ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. മനസ്സിലാക്കുന്നു, സദാചാര പോലീസിംഗ് കേരളത്തിൽ വളർന്നുവരുന്ന ഒരു ആശങ്ക തന്നെയാണ്. ഈ ആശങ്കയോട് പ്രതിഷേധിക്കേണ്ടത് നിലവിലുള്ള സദാചാര സങ്കല്പങ്ങളെ തകിടം മറിച്ചുകൊണ്ടാകണോ? പരമേശ്, യുവമോർച്ചയുടെ സുഹൃത്തിനോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ചുംബിക്കുന്നത് കുഴപ്പമല്ല, അവർക്ക് ചുംബനം കൊണ്ടല്ല അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടല്ല അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞു. വളരെ നല്ല കാര്യം. ചിന്താ ജെറോം പറഞ്ഞ നമ്മുടെ ഖജുരാഹോയിലെ ശില്പങ്ങളോ അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസിമാരെ പറ്റിയുള്ള വിഷയങ്ങൾ നമുക്ക് വിടാം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു TV ചാനലിലെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോറിൽ കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകരെ, ദമ്പതിമാരായ രാഹുലിനെയും രശ്മിയെയും യുവമോർച്ച പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് കാരണം അവർ ക്യാമറയുടെ മുമ്പിൽ വെച്ച് ചുംബിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പരസ്പരം ചുംബിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചുംബനം പ്രശ്നമില്ലാന്ന്. അപ്പോൾ ഇതാണോ യുവമോർച്ച? ചുംബിക്കുന്ന എല്ലാവരും പോയി തല്ലുക എന്നുള്ളതാണോ യുവമോർച്ചയുടെ രീതി? അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം സത്യമല്ല എന്ന് വരില്ലേ? അവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരം ചുംബനത്തിനെതിരായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലത്തെ സംഭവമാണ് ഞാൻ ചോദിക്കുന്നത്. അവിടേക്കാണ് മറുപടി വരുന്നത്. അവിടെ നടത്തിയിട്ടുള്ള സമരം ചുംബനത്തിനെതിരായിരുന്നില്ല. പക്ഷേ ആ സമരത്തെ മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്കാരത്തെയും ഒക്കെ മൂല്യങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഇതിനെ ഒരു മറയാക്കി മാറ്റി വാർത്താമാധ്യമങ്ങളിൽ പേര് ലഭിക്കാൻ അല്ലെങ്കിൽ ന്യൂസ് വാലി ലഭിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന കോമാളിത്തരം മാത്രമായിട്ടേ കേരള സംസ്കാരം. നിങ്ങളൊരു 200 വർഷങ്ങൾക്ക് മുമ്പ് മാറി മറക്കാൻ പറ്റാതിരുന്നൊരു സമൂഹമുണ്ട്. അന്ന് അതായിരുന്നു സദാചാരം. അന്ന് മാറി മറച്ചിരുന്ന സ്ത്രീകൾ ദുരാചാരികളായിരുന്നു. ആ ദുരാചാരം ഇന്ന് സദാചാരമാണ്, അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ ദുരാചാരമായി കാണുന്ന പൊതുസ്ഥലത്തുള്ള ചുംബനം എന്ന് പറയുന്നത് നാളെ സദാചാരമായിരിക്കും. മാറിമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇന്ന് ഈ ചുംബന സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ കാലഘട്ടത്തിൽ. നിങ്ങള് എന്റെ സുഹൃത്ത് അവിടെ ഇരിക്കുന്ന DYFIയുടെയും SFIന്റെയും ആളുകള്
ഇവിടെ മാറുമറയ്ക്കാൻ വേണ്ടി ഞങ്ങളാണ് സമരം ചെയ്തത് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. അവരാണ് ഇന്ന് ചുംബനത്തിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, കേരളത്തിനകത്ത് മാറുമറയ്ക്കുന്ന അവകാശത്തിന് വേണ്ടി ഒരു സ്ത്രീ സ്വന്തം മുലയറുത്തു മാറ്റിയ നാടാണ് കേരളം. അവിടെ വിവിധ തരത്തിലുള്ള സമരമുറകൾ ഉയർന്നു വരും, കാലഘട്ടത്തിന് അനുസൃതമായ സമരമുറകൾ ഉയർന്നു വരും. ഞങ്ങളിപ്പോ ചുംബന സമരത്തിന് അനുകൂലമാണെന്നുള്ള പ്രസ്താവന എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു സമരം ചെയ്യുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളടക്കം സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നഗ്നരായി സന്യാസിമാർ പോകുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? കള്ളന്മാർക്ക് സമരം ചെയ്യാം, ബാൻ ഷുഗർ വിൽക്കുന്നവർക്ക്, മയക്കുമരുന്ന് നടത്തുന്നവർക്ക്, പെൺവാണിഭം നടത്തുന്നവർക്ക് സമരം ചെയ്യാം. എല്ലാവർക്കും സമരം ചെയ്യാം, അതിനുള്ള അവകാശമുണ്ട്. ഞാൻ ചോദിക്കുന്നത് സമരത്തിന്റെ മാർഗം നിശ്ചയിക്കുന്നത് സമരക്കാർ മാത്രമാണ്. അത് ഏത് രീതിയിൽ വേണമെന്ന് പറയുന്നത് പോലും സദാചാര പോലീസിംഗ് ആണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്ക് പരസ്യമായി ചുംബിക്കാം എന്ന് പറയുന്നത് കേരളത്തിന്റെ ജനതയോടുള്ള വെല്ലുവിളി മാത്രമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആൾ ദൈവം ചുംബനത്തിലൂടെയാണ് വരുന്ന അനുയായികൾക്ക് സമാധാനം കൊടുക്കുന്നത്. ആ ചുംബനത്തിനകത്ത് ഞങ്ങൾ ആരും അശ്ലീലം കണ്ടിട്ടില്ല. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം പറയുക. ഒരു അമ്മ ഒരു കൊച്ചുകുട്ടിയെ ചുംബിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും അശ്ലീലം കാണാറില്ല. കാമുകയെ ചുംബിക്കുന്നതാണ് അശ്ലീലം ആണ്. അത് കാമുകിയെ ചുംബിക്കുന്നത് അശ്ലീലമാണ്. അത് കാമുകിയാണ്. സംശയമല്ല, കാമുകൻ കാമുകിയെയും ഭർത്താവ് ഭാര്യയും ചുംബിക്കാതെ അമ്മയും കുഞ്ഞും എങ്ങനെ ഉണ്ടാവും? എനിക്ക് നിങ്ങളോടൊരു ചോദ്യം, നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നത് അച്ഛനും അമ്മയും റോഡിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടല്ല. അതിനൊരു മറയുണ്ട്, വീട്ടില് അതിന് മറയുണ്ട്. വളരെ കൃത്യമായ ചോദ്യം. ഇത് ഫർമീസിനെതിരെയുള്ള ചോദ്യമാണ്. നോക്കൂ, മറയ്ക്കുള്ളിൽ ചെയ്യേണ്ട കൃത്യങ്ങൾ എന്തുകൊണ്ട് ഒരു സമര രീതിയായി പുറത്തേക്ക് വരുന്നു? മറുപടി ബിബിനോടാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ചുംബനം എന്നുള്ളത് മറയ്ക്കുള്ളിൽ നടത്തുന്ന ലൈംഗിക ബന്ധം പോലെ ഉള്ള ഒരു സാധനമാണ് ചുംബനം എന്നുള്ള തെറ്റിദ്ധാരണകൾ ആദ്യം ഇത് വരുന്നത്. ചുംബനം എന്നുള്ള ഒരു സ്നേഹപ്രകടനത്തിലുള്ള ഉപാധി മാത്രമാണ്. അതിൻ്റെ സുഹൃത്ത് ആദ്യം മനസ്സിലാക്കണം. സെക്ഷൽ സ്റ്റാർവേഷൻ അനുഭവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിച്ച് അവരുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ചുംബനം എന്നത് ലൈംഗിക ബന്ധത്തിൽ മാത്രം ബന്ധപ്പെടുത്തി കാണാൻ കഴിയുന്നത്. ഒരു കാമുകിക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചുംബനം കൊടുക്കുന്ന ഒരു സ്നേഹപ്രകടനമാണ്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് സെക്ഷലി സ്റ്റാർവ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുള്ള മൂല്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചുംബനത്തിൻ്റെ കാര്യം പറയുമ്പോൾ സെക്സിലേക്ക് പോകുന്നത് അതൊരു സ്ട്രോമാൻ ആർഗ്യുമെൻ്റ് ആണ്. ചുംബനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചുംബനത്തിൻ്റെ കാര്യം സംസാരിക്കുക. നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ മറ്റുള്ള സെക്സിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും പോകുന്നു? പബ്ലിക് സ്ഥലത്ത് ന്യൂഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. അതിനിവിടെ നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഏത് നിയമപ്രകാരമാണ് പൊതുസ്ഥലത്ത് ചുംബിക്കുന്നത് കുറ്റകരമാകുന്നത് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഞാനത് തന്നെയാണ് പറയുന്നത്. ഒരു കാര്യം പറയുമ്പം വേറൊരു കാര്യത്തിലേക്ക് പോവരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ നടന്നിട്ടുള്ള അനാശാസ പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചുംബനത്തിലേക്ക് പോകുന്നു. ഇന്നലെ യുവമോർച്ചക്കാർ കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകരെ കൈയേറ്റം ചെയ്തത്. ഞങ്ങളല്ല വിഷയം മാറ്റിപ്പോകുന്നത്. ഞങ്ങൾ കേരളത്തിൽ ഉയർത്തി വരേണ്ട ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആ വിഷയത്തെ മാറ്റി വെറും രാഗവത്തോടുകൂടി അതിനൊരു ചുംബനമാക്കി. എനിക്ക് മനസ്സിലാക്കുന്നത് ഫർവീൻ, അതായത് കോഴിക്കോട് നടന്ന സംഭവവും കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ നടത്തിയതുമായി ബന്ധപ്പെട്ട യുവമോർച്ച പ്രവർത്തകൻ ഇടപെട്ട കാര്യവും തമ്മിൽ ബന്ധമില്ലെന്നാണോ വിപിൻ പറയുന്നത്? അതല്ല ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു ചുംബനം പറയുമ്പോൾ സെക്സ് പറയുന്നു. ഞങ്ങൾ പറയുന്നത് പെൺവാണിഭത്തെ കുറിച്ച് ഇവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ ചുംബനത്തെ കുറിച്ച് പറഞ്ഞ് ഗൗരവമായ ഒരു വിഷയത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഏതാണ് ഗൗരവമേറിയ വിഷയം? എന്താണ് ഇതിന്റെ പിന്നിൽ? നിങ്ങൾ ചുംബനമല്ലാത്ത എന്ത് നടന്നു? നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ സാധാരണക്കാരായ പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് ഇത്തരം പെൺവാണിഭക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളെ അടച്ചുപൂട്ടണം, അവർക്കെതിരെ കേസെടുക്കണം എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഇത്ര ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? നമ്മൾ ആവർത്തിക്കുകയാണ്. സ്ത്രീകളുടെ അല്ല, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അത് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കോൺസ്റ്റബിൾസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ സ്ത്രീയാണ് എന്ന് ഞാൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മാതാപിതാക്കന്മാര് അവര് ആ ഉത്തരം പറയോ എന്നാണ് എനിക്കറിയുന്നത്. കോഴിക്കോട് പാളയം കേരള ഭവൻ ലോഡ്ജ് ഡിവൈഎഫ്ഐക്കാർ ഇവിടെ അടിച്ചു പൊളിച്ചായിരുന്നു ഇതേ അനാവശ്യ പ്രവർത്തനം നടത്തി പറഞ്ഞിട്ട്. അന്ന് ഈ സദാചാര പോലീസും ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ അടിച്ചു പൊളിച്ച ഈ ലോഡ്ജാണ് കേരള ഭവൻ ലോഡ്ജ്. ഇന്നും അവിടെ അന്വേഷിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് എവിടെ പോയിരുന്നു? നിങ്ങൾ സാധാരണ ജനങ്ങളുടെ യുവമോർച്ചയുടെ കൊടി കാണോ? സാധാരണ
ഞങ്ങളുടെ കൈ യുവമോർച്ച നടത്തുന്നതാണോ? ഞങ്ങൾ ഫാസിസമാണ്, ഹൈന്ദവ ഫാസിസമാണ് ഇവിടെ യുവമോർച്ച നടത്തുന്നത്. ഒരു കാര്യം, ഞങ്ങൾക്ക് ആങ്ങളെ പെങ്ങളെ തിരിച്ചറിയാൻ കൈ രാഗി കെട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആങ്ങളെ പെങ്ങളെ തിരിച്ചറിയാൻ കൈ രാഗി കെട്ടണം. എന്തുകൊണ്ട് കോഴിക്കോട് സമാനമായ ഒരു സംഭവം എന്നിവർ ആരോപിക്കുന്ന രീതിയിലുള്ള കോഴിക്കോടുള്ള കേരള ഭവൻ എന്ന് പറയുന്ന ലോഡ്ജ് എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അന്ന് അടിച്ചു തീർത്തു? കാരണം എന്താണ്? അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാവുന്നത്? നമ്പർ 1. നമ്പർ 2, രാജ്മോഹൻ ഉണ്ണിത്താനെ കെട്ടിയിട്ടത് എന്തിനാണ്? ഈ രണ്ട് വിഷയവും നടത്തിയത് കേവലമായ ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിനകത്ത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊരു ആൾക്കൂട്ടം മാത്രമാണ് ഇത് നടത്തിയത്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഘട്ടത്തിലും സദാചാര പോലീസായി നിന്നിട്ടില്ല, സദാചാര പോലീസ് ആവാൻ താല്പര്യപ്പെടുന്നതുമല്ല. എങ്കിൽ എന്റെ മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത ആൾക്കൂട്ടമല്ലാത്ത കേരളത്തിലെ ഒരു കോളേജിലെ SFIയുടെ ഒരു പ്രത്യേക യൂണിറ്റ് ആ കോളേജിൽ പെൺകുട്ടികൾ ജീൻസ് ഇട്ട് വരാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ കലാലയങ്ങൾക്കകത്ത് പെൺകുട്ടികൾ ജീൻസ് ഇട്ട് വരരുത് എന്ന അഭിപ്രായം SFI എന്ന സംഘടനയെ സംബന്ധിച്ചില്ല. അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അവർക്കെതിരെ നടപടി തന്നെ SFI സ്വീകരിക്കും. നാലാമത്തെ ചോദ്യം, CPM-ൽ നിന്ന് മാറി കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരികയും പിന്നീട് പൊന്മുടിയിലേക്ക് ഭാര്യയുമൊത്ത് സഞ്ചരിക്കുകയും ചെയ്ത അബ്ദുള്ള കുട്ടിയെ അനാശാസ്യം ആരോപിച്ച് തടഞ്ഞു നിർത്താനുള്ള കാരണം? ഇത്തരത്തിലുള്ള കേരളത്തിനകത്ത് നടന്നിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനകത്ത് സദാചാര പോലീസിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ആൾക്കൂട്ടം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് CPM-നോ DYFI-ക്കോ SFI-ക്കോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ യുവമോർച്ചയുടേതും ആൾക്കൂട്ടമാണെന്ന് പറയേണ്ടി വരും. യുവമോർച്ച അത് തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. ഇത് ചെയ്തത് യുവമോർച്ച അല്ലെന്ന് പറയട്ടെ. ഡൗൺ ടൗൺ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് യുവമോർച്ച തന്നെയാണ്. യുവമോർച്ച അംഗീകരിക്കുന്നു. കാലികമായ ഒരു വിഷയം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ അവിടേക്ക് സമരം ചെയ്തിട്ടുള്ളത്. സമരം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞ് ഇത്തരം വാർത്താ മാധ്യമങ്ങളിൽ മാറ്റി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. സ്ത്രീകളുടെ സംരക്ഷകരായി അവതരിച്ചിരിക്കുന്ന ആങ്ങളമാരും അച്ഛന്മാരും അറിയാൻ ഞങ്ങൾ സ്ത്രീകൾക്കും ചിലത് പറയാനുണ്ടെന്ന് ഇവർ പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം അവരുടെ വാദങ്ങൾ കൂടി കേൾക്കാം. അന്വേഷിക്കുന്നു സദാചാരത്തിന്റെ കൗണ്ട് ഡൗൺ. ഇടവേളയ്ക്ക് ശേഷം തുടരും.